ഉറങ്ങുന്നവരെ ഉണരൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു. അതേസമയം മാതാപിതാക്കളും അധ്യാപകരും അഭ്യുതകാംക്ഷികളും പലപ്പോഴും നിങ്ങൾ എന്തായിത്തീരണമെന്ന് നിങ്ങളോട് പറയുന്നു. സ്വപ്നങ്ങൾ നിങ്ങളുടെ അവബോധ മനസ്സിന്റെ മന്ത്രങ്ങളും ദൈവാത്മാവിന്റെ ശബ്ദവുമാണ്. അവ എപ്പോഴും സത്യസന്ധമാണ്. നിങ്ങളെ ഒരിക്കലും അത് വഴിതെറ്റിക്കുകയില്ല. നാം എല്ലാവരും രണ്ട് ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. ഉറക്കത്തിൽ അനന്തമായ സാധ്യതകളുടെ ഒരു വ്യക്തിപരമായ മണ്ഡലത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഉണരുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പങ്കിട്ടതും പരിചിതവുമായ ലോകത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു. സ്വപ്നങ്ങൾ നിങ്ങളുടെ അപബോധ മനസ്സിൽ നിന്നും മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പകൽ വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ നിങ്ങൾ അത് മറക്കാതിരിക്കുന്നതിന് വേഗത്തിൽ ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. ഈ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങളായി മാറ്റാൻ കഴിയും. അത് നിങ്ങളെ പൂർത്തീകരണത്തിലേക്ക് നയിക്കും. നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കുന്നവയെ മുറുകെ പിടിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയും ബോധപൂർവമായ ക്രിയാശീലത്തിലൂടെയും അവയെ യാഥാർത്ഥ്യമായി മാറ്റുക. നിങ്ങൾ അവയെ പരിപോഷിപ്പിക്കുമ്പോൾ വിത്തുകൾ പൂക്കളായി വികസിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിടരും, യാഥാർത്ഥ്യമാകും. ഒരു ലക്ഷ്യത്തിനായി പ്രത്യക്ഷപ്പെടുന്ന സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. അവ പലപ്പോഴും നിങ്ങൾ ഇതുവരെ പരിവേഷണം ചെയ്തിട്ടില്ലാത്ത കഴിവുകളോ വഴികളോ വെളിപ്പെടുത്തുന്നു. അവയെ പിന്തുടരുക. പുരാതന വിജ്ഞാനത്തിൽ നിന്നും നിരവധി ആത്മീയ പാരമ്പര്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ഉൾക്കാഴ്ചകൾ കൂടി ചേർത്തുകൊണ്ട് സ്വപ്നങ്ങളെ ഉയർന്ന ശക്തിയിൽ നിന്നും ആത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങളായി കാണുക. അത് നമ്മുടെ വിധിയുമായി പൊരുത്തപ്പെടുവാൻ സഹായിക്കും. കാൾ ജംഗ് പോലെയുള്ള മനഃശാസ്ത്രജ്ഞരും സ്വപ്നങ്ങൾ നമ്മെ നമ്മുടെ ആഴത്തിലുള്ള മനസ്സുമായി ബന്ധപ്പെടുത്തുന്നുവെന്നും വ്യക്തിപരമായ വളർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചിഹ്നങ്ങളായി വെളിപ്പെടുത്തുന്നുവെന്നും പഠിപ്പിച്ചു. അവയെ അവഗണിക്കുന്നത് നിരാശയിലേക്ക് നയിച്ചേക്കാം. എന്തെന്നാൽ ഭാഗ്യവിജയമുണ്ടായിട്ടും നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നില്ല. ഉയർന്ന ശമ്പളമുള്ള ജോലി, ഒരു അഭിമാനകരമായ സമൂഹത്തിലെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നുള്ള ശക്തമായ പിന്തുണ നിങ്ങളുടെ ആന്തരിക വിധിയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ശാക്തീകരിക്കുന്നില്ലെന്ന് ഓർക്കുക. പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. അവ ആത്മാവിന്റെ ശബ്ദമാണ്. അത് യഥാർത്ഥ പാതയിലൂടെ നിങ്ങളെ നയിക്കും. അവയെ പിന്തുടരുന്നതിലൂടെ നിങ്ങൾ ലക്ഷ്യബോധവും സന്തോഷവും ആധികാരികതയുമുള്ള ഒരു ജീവിതം സൃഷ്ടിക്കുന്നു. അവിടെ ഓരോ ചുവടും ശരിയും അർത്ഥവത്തായി തോന്നും. ഒപ്പം തന്നെ ജീവിത സാക്ഷാത്കാരവും. ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി.